അധികാര കസേരയിലിരുന്ന് ഒരു സംസ്ഥാനം ഭരിക്കുക എന്നത് പാർട്ടിപ്പണി ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നവകേരളം കെട്ടിപ്പടുക്കാൻ ടീം യു.ഡി.എഫിനെ സജ്ജമാക്കിയ അനുഭവ പരിജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്നതും പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ വലിയ വായിൽ പറയുന്നതും പോലെയല്ല ഭരണത്തിന്റെ യഥാർത്ഥ ചിത്രം. 3.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ ക്ഷേമവും ദൈനംദിന ആവശ്യങ്ങളും കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ ഭരണാധികാരിക്ക് നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. ആദ്യ നിയമസഭാ സമ്മേളനങ്ങളിലേക്ക് കടക്കും മുൻപേ വി.ഡി. സതീശൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പലവിധ ഗ്രൂപ്പ് വിഭാഗീയ അഭിപ്രായങ്ങൾക്ക് മേൽ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന സതീശൻ മന്ത്രിസഭ പപ്പടം പൊടിയുന്നതുപോലെ പൊടിഞ്ഞു പോകാൻ അധിക സമയം വേണ്ടിവരില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന 102 സീറ്റിന്റെ വൻ ഭൂരിപക്ഷം നിമിഷ നേരം കൊണ്ട് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി ചോദിച്ച അതേ ചോദ്യങ്ങൾ വി.ഡി. സതീശന് നേരെ CPI നേതാവ് ബിനോയ് വിശ്വം ഉയർത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻ കളിക്ക് അറുതി വരുത്തുകയും അദ്ദേഹത്തെ കൊണ്ട് പരസ്യമായി നിലപാട് മാറ്റിക്കുകയും ചെയ്ത ഒന്നായിരുന്നു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം. മുന്നണിയിലെ ഘടകകക്ഷികളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ, എന്തിനേറെ സ്വന്തം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ പോലും കൃത്യമായി അറിയിക്കാതെയായിരുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പിണറായി വിജയനും ചേർന്ന് മോദി സർക്കാരിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് കരാറിൽ ഒപ്പുവെക്കാൻ തുനിഞ്ഞത്. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് സമ്മതിച്ച് തടഞ്ഞുവെച്ച കേന്ദ്ര വിഹിതം സൂത്രത്തിൽ അടിച്ചെടുക്കാനായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നോക്കിയത്. എന്നാൽ അന്ന് LDF എന്ന മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ CPI നേതാവ് ബിനോയ് വിശ്വം നടക്കില്ല പിണറായി എന്ന് ശക്തമായി നിലപാടെടുത്തു. ഇതോടെ പിണറായി വിജയനും ശിവൻകുട്ടിക്കും പാർട്ടിക്ക് മുന്നിലും മുന്നണിക്ക് മുന്നിലും കീഴടങ്ങേണ്ടി വരികയും പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. അന്ന് ഇതേ PM ശ്രീ പദ്ധതിയെ കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സമരമുഖത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് വി.ഡി. സതീശനും കോൺഗ്രസും UDFും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അധികാരം കിട്ടിയതോടെ കഥയാകെ മാറി. കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ നടപ്പിലാക്കാനാണ് പുതിയ UDF സർക്കാരിന്റെ നീക്കം. അങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ കയ്യടി വാങ്ങി മുന്നോട്ടു പോകുന്ന സതീശൻ സർക്കാർ അന്ന് തങ്ങൾ നഖശികാന്തം എതിർത്ത അതേ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഇനി എന്താണ് ചെയ്യാൻ ഭാവിക്കുന്നത്? അന്ന് പിണറായിയോട് ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ സതീശൻ സർക്കാരിനോടും ബിനോയ് വിശ്വം ആവർത്തിക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തങ്ങളുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിലൂടെ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. അതിവേഗ വികസനത്തിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് UDF സർക്കാർ കീഴടങ്ങുമോ അതോ പഴയ പ്രതിപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.